നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, എന്റെ മോൾ ആ വീട്ടിൽ റാണിയെ പോലെ കഴിയുന്നത് എനിക്കും പ്രസീതയ്ക്കും കാണണം. അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്, നീ ജയനിർമ്മലയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കണം. ഇവിടെ ആരും പത്രമാര് തങ്കമൊന്നുമല്ലല്ലോ. ഭാവനയുടെ ഇപ്പൊ ഒട്ടി നിൽക്കുന്ന എല്ലാവരും ഒരിക്കൽ ഭാവനയെ ഇല്ലാതാക്കാൻ നടന്നവരാണല്ലോ. ഭാവനയുടെ സ്വന്തം വല്യച്ഛനും വല്യമ്മയും വരെ. എന്താ ശരിയല്ലേ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്താ എന്ത് ചെയ്തിട്ടാണേലും എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. അവളില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. വെറുതെ മണ്ടത്തരം പറയാതെ ഈ അവസ്ഥയിൽ മാനസിക ആ വീട്ടിൽ തന്നെയാണ് നിൽക്കേണ്ടത്. അവിടെയുള്ളതുപോലുള്ള സുരക്ഷ ഒരിക്കലും മാനസിക വേറെ കിട്ടില്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. അവൾ അവസാനം അജയന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ അന്ന് അവൾക്കൊപ്പം സൂര്യ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള വഴികൾ വേണം നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കാൻ. പൂജയുടെ പേരിൽ അവിടെ നടന്നൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തൊരു നാടകമായിരുന്നു വിളിച്ച. അതുകൊണ്ടല്ലേ നേരം വെളുത്തപ്പോ തന്നെ ഭാവന വീട്ടിലേക്ക് വന്നത്. ഞങ്ങളും ഇന്നലെ ഉറങ്ങിയില്ല സേതു. കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഭാവനയുടെ അവസ്ഥയും ആ വീട്ടിൽ നടന്ന കോപ്രായങ്ങളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സേതു, ഇനി അവൾക്ക് വിഷമം വരുന്നത് ഒന്നും പറയരുത്. അവളിപ്പോ രണ്ട് കൈയും വിട്ടാ നിൽക്കുന്നത്. അറിയാൻ വല്യമ്മേ, അവളുടെ മുഖം കണ്ടറിയാത്തോളം വിഷമമുണ്ടെന്ന്. വലിച്ച ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരിക്കലും സൂര്യയുടെയും ഭാവനയുടെയും കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ കണ്ടില്ലേ, എത്രയൊക്കെ പരസ്പരം സ്നേഹിക്കുന്നവരായാലും കുടുംബത്തിൽ സമാധാനം അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം വലിച്ച. അതേടാ, നീ പറഞ്ഞതാ ശരി. അതുകൊണ്ട് ആ അറിവുള്ളവർ ആദ്യം കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇവിടെ പിന്നെ ഒന്നും പറ്റില്ലല്ലോ. കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ടത് സ്വന്തം മകനെയും മരുമകളെയും വേദനിപ്പിച്ചിട്ടല്ലാന്ന് മനസ്സിലാക്കിയാൽ ജയനിർമ്മലയ്ക്ക് തന്നെ കൊള്ളാം. ഇപ്പൊ അവള് ചെയ്യുന്നത് ദൈവത്തിനോടുള്ള വെല്ലുവിളിയാ. അവൾ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനമാണെന്നേ ഞാൻ പറയൂ. വിശ്വാസങ്ങളാവാം, പക്ഷെ അന്ധവിശ്വാസം ആകാൻ പാടില്ല. സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ പ്രതിഷ്ഠിക്കുക, അവൾക്ക് സിന്ദൂരം ചാർത്തുക, അവളെ പൊക്കിയെടുത്ത് വലം വെക്കുക, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഞാൻ എത്രയൊക്കെ എതിർത്തിട്ടും ജയനിർമ്മല വിട്ടു തരാതെ ഉറച്ചു നിന്നല്ലേ സൂര്യ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാണത്രേ. പിന്നെ നമ്മളാരും ഈ ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. ഭാവനയുടെ ജീവിതം എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല വലിച്ച. നീ വിഷമിക്കാടാ. എന്തായാലും ഭാവനയ്ക്ക് സൂര്യയിൽ നല്ല വിശ്വാസമുണ്ട്. അത് തന്നെ അവളുടെ ശക്തിയും. നീ നോക്കിക്കോ, എത്രയും വേഗം ഭാവനയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അതിനുവേണ്ടിയാ ദൈവം അവളെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്. അതെ വലിച്ച, അത് തന്നെ എന്റെ ആഗ്രഹം. വലിയച്ഛന്റെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുക. അത്രമാത്രം കഷ്ടപ്പാടാ ഇതുവരെ അവൾ അനുഭവിച്ചത്. ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല. ഇതിന്റെ പേരില് നീ ഇനി കുടിക്കാനൊന്നും പോരുത്. നിനക്കിപ്പോ ആ പഴയ സേതുവായ കൊള്ളാമെന്നുള്ള മോഹമൊക്കെ ഉണ്ട് അല്ലേ? ഒരിക്കലും ഇല്ല. മനസ്സിന് തീരെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാവുമ്പോൾ ഇതൊക്കെ ചെയ്തു പോകുന്നത്. എന്നാ ഇനി അങ്ങനെ ഒന്നും വേണ്ട കേട്ടല്ലോ. ശരി വിളിച്ച. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നീ ചെല്ല്, ഞങ്ങൾ അവളെ വന്ന് കണ്ടോളാം. ശരി. അത് കുടിക്കും. നല്ലതുപോലെ ആരോഗ്യം നോക്കിയില്ലെങ്കിലേ ഡോക്ടർ എന്നെയാവും വഴക്ക് പറയാ. ആന്റി, സൂര്യ പോയിട്ട് കണ്ടില്ലല്ലോ. അവൻ ഇനി അവളെയും താങ്ങി ആനയിച്ച് ഇങ്ങ് കൊണ്ടുവരും. അതിനാണല്ലോ പോയിരിക്കുന്നത്.
ഒരു നാണോ ഇല്ലാത്ത ആന്റി അങ്ങനൊന്നും പറയില്ലേ. പറയട്ടെ മാനസ, അമ്മയ്ക്ക് അതാണല്ലോ ആശ്വാസം. അമ്മ വിഷമിക്കണ്ട, അവൾ ഇനി ഇങ്ങോട്ടേക്കില്ല. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ അല്ലേ? അതിന് ഞാൻ അവളോട് ഇറങ്ങി പോവാൻ പറഞ്ഞോ? പറയണ്ടല്ലോ, കാണിച്ചാ പോരെ. അവളെ എന്നും ഒരു ശത്രുവിനെ പോലെ അമ്മ കണ്ടിട്ടുള്ളൂ. അതേടാ, അതുകൊണ്ടാണല്ലോ ഞാൻ അവളെ എന്റെ മരുമോളാക്കിയത്. അമ്മ മരുമകളാക്കിയതല്ലോ, ഞാനല്ലേ താലി കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. എല്ലാം ഒരുവിധം ശരിയായി സന്തോഷിച്ച് വന്നപ്പോ അമ്മ തന്നെ വീണ്ടും പഴയതുപോലെ പെരുമാറാൻ തുടങ്ങി. എടാ, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഇന്നലെ ചെറുതായി ഒന്ന് വഴക്ക് പറഞ്ഞതോ? അമ്മേ, ഒരു തല്ല് നമ്മൾ സഹിച്ചു എന്ന് വരും, പക്ഷെ ചില വാക്കുകളും പ്രവൃത്തിയും ഉണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ പലപ്പോഴും അവളെ എല്ലാം സഹിച്ചിവിടെ നിന്നത്. ഇപ്പൊ അവക്ക് തന്നെ എല്ലാം മതിയായി. അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ഭാവന എങ്ങനെയാ അമ്മയെ നോക്കിയെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. എന്നെ നോക്കിയില്ലാന്ന് ഞാൻ പറഞ്ഞോ? മനുഷ്യരാകുമ്പോ സാഹചര്യത്തിനൊത്ത് സഹായിക്കാൻ നോക്കും. ദേ, ഇവളിപ്പോ നിന്നെ ഭാവനയെ സഹായിക്കാനല്ലേ ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നത്? അപ്പൊ ഇവളെ ഞാൻ എങ്ങനെയാ കാണേണ്ടത്? നീ തന്നെ പറ. മാനസ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായപ്പോ അവൾ അറിഞ്ഞോ അമ്മ ഇങ്ങനെ മാറുമെന്ന്? മാനസേ, അമ്മയെ നീ ഇതിനു മുമ്പ് കണ്ടതുപോലെയാണോ ഇപ്പോ? അതെങ്ങനെ പറയുമല്ലേ? അമ്മയ്ക്ക് തന്നെ എന്റെ ഭാര്യയാക്കിയാൽ കൊള്ളാന്നൊരു ചിന്തയുണ്ട്, ശരിയല്ലേ അമ്മേ? അതിനുവേണ്ടിയാ അമ്മ ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞതാ മോനെ സത്യം. അതിനുള്ള തയ്യാറെടുപ്പ് തന്നെ നിന്റെ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യ ഇത് എന്തൊക്കെയാ പറയുന്നേ? മാനസ, തന്റെ മനസ്സ് എനിക്കും ഭാവനയ്ക്കും അച്ഛനും നല്ലതുപോലെ അറിയാം, പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. മോളെ, ഇവൻ ഇങ്ങനെ പലതും പറയും, മോളതൊന്നും കാര്യമാക്കട്ടെ. ഞാൻ ഭാവനയെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിലാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. അല്ലെങ്കിൽ തന്നെ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാ അമ്മ ഈ മനക്കോട്ട കെട്ടുന്നത്. എന്റെ ജീവിതത്തിൽ ഒരാള് മാത്രമേ എനിക്ക് ഭാര്യയായിട്ടുണ്ടാവൂ, അതെന്നും എന്റെ ഭാവന തന്നെയായിരിക്കും. സൂര്യ, ആന്റി ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ആന്റിക്ക് എന്താ അത്രയ്ക്ക് ബോധമില്ലേ? ഇനി നീ ഒന്നുകൂടി അറിഞ്ഞോ മോനെ, മാനസിയുടെ അച്ഛനിപ്പോ നിന്റെ അമ്മയെ വിളിക്കാറുണ്ട്. ഇന്ന് ഞാൻ കണ്ടതാ അജയന്റെ ഫോൺ വരുന്നേ. ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ അവള് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇപ്പൊ അനുഭവിച്ചൊന്നും പോരെ? എന്താടാ ഈ നിൽക്കുന്നത് ആരാ? എന്റെ ഏട്ടന്റെ മോളാ. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ഇത് ഏട്ടന്റെ മോളല്ലാതാവില്ലല്ലോ. തീരെ മൈൻഡ് ചെയ്യാതിരുന്ന ചിലപ്പോ ഇനിയും കോടതിയും വനിതാ കമ്മീഷനിലും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ എന്തായാലും ഇവിടേക്ക് വിളിച്ച് കേറ്റാനൊന്നും പോകുന്നില്ലല്ലോ. നീ വിളിച്ച് കേറ്റാതെ തന്നെ അയാൾ ഇങ്ങോട്ട് വന്നോളൂ. അമ്മേ, അയാള് ചെയ്തൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? മാനസേ, നിന്റെ അച്ഛനെ തള്ളി പറയണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്റെ അമ്മയെ താനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ.